ഡിയാസ് ഇറേ. രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത് പ്രണവ് മോഹൻലാൽ സ്റ്റാർ ചെയ്യുന്ന ഈ ഹൊറർ സിനിമ ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ. അതിന് ഇപ്പോഴും എനിക്ക് ഗൂസ് ബംസ് കിട്ടിക്കൊണ്ടിരിക്കുക. അടിപൊളി സാധനമായിരുന്നു. രാഹുൽ സദാശിവൻ്റെ ഫാനായത് ശരിക്കും ഭൂതകാലം കണ്ടിട്ടാണ്. പുള്ളി അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹോണ്ടിങ് ആണ്. അത് ആ സിനിമ കണ്ടതിന് ശേഷവും പിന്നീട് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന ലെവലിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു മൂവിയാണിത്. എനിക്കൊന്ന് പ്രണവ് മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഈ സിനിമയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ വളരെ സ്ലോ പേസിൽ തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ആ സിനിമയും ആ ക്യാരക്ടറും പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എനിക്കൊന്ന് പ്രണവ് മോഹൻലാലിന് ഇങ്ങനൊരു ഇൻട്രോ ഇതിന് മുന്നേ കിട്ടിയിട്ടേ ഇല്ല. അമ്മാതിരി ഒരു കിടിലൻ ഇൻട്രോ കൊടുത്തിട്ട് ആ സിനിമ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇൻ്റർവെൽ അടുപ്പിച്ച് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കത്തിക്കലായിരുന്നു. നമ്മൾ ശരിക്കും അടുത്തെന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടെ ഇരുന്ന് അതേസമയം ഒരു പേടിയും തോന്നി അങ്ങനെ ഒരു ഫീലിലാണ് പോകുന്നത്. കാരണം ഇൻ്റർവെൽ അടുപ്പിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തിരിക്കുന്നതെന്ന്. അതൊരു 1.5 സീനായിരുന്നു. തിയേറ്റർ മൊത്തം ഒന്ന് ഞെട്ടി തരിച്ചു പോയ ഒരു സീൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് ആ സിനിമയുടെ ഒരു കോറിലേക്ക് കടന്ന് ഹൊറർ എലിമെൻറ്റ്സ് ഒക്കെ കുറേ കൂടെ വന്ന് ഇൻ്റർവെൽ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷാഡോയിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഒന്നും ഒരു രക്ഷയില്ല, നമ്മളത് നോക്കിയിരുന്നു പോകും. ഞാൻ കണ്ടത് ട്രിവാൻഡ്രം ലുലു PVRലാണ്. ഒരു ബഹളവും ഇല്ല, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, വളരെ നല്ല ക്രൗഡും ആയിരുന്നു. അതിനുള്ള റിയാക്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ ഇരുന്ന് ഫീൽ ചെയ്യാനും പറ്റി. കാരണം ഞാൻ റിയാക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു എല്ലാവരും റിയാക്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫ് സെയിം എനർജി ഇങ്ങനെ കീപ്പ് ചെയ്യാൻ നോക്കി. കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലേക്ക് കടക്കുന്നുണ്ട്. ഹൊറർ എലിമെൻറ്റ്സ് ഒന്ന് കുറഞ്ഞ് പിന്നെയും അവർ തിരിച്ച് ഹൊറർ എലിമെൻറ്റ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് അത്യാവശ്യം നൈസായിരുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് ക്ലൈമാക്സ് അത്ര ഭയങ്കര ഹൊററായിട്ട് തോന്നിയില്ല. നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു, കൊള്ളാം. പക്ഷേ നമുക്ക് ആ ഒരു ഹൈ കിട്ടുമല്ലോ ഒരു ക്ലൈമാക്സോട് അടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈയിൽ നിർത്തേണ്ടത് എനിക്ക് അത്ര ഹൈ ആയിട്ട് തോന്നിയില്ല. എന്നാലും കൊള്ളാം, നല്ലൊരു ഡീസൻറ്റ് ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സിന് ശേഷം ഒരു ടെയിലെൻഡ് ഉണ്ട്, 2 ടെയിലെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ടെയിലെൻഡ് കാണുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിക്കുന്നൊരു സംഭവമാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയ ഒരു ടെയിലെൻഡാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടെയിലെൻഡ് ആ സിനിമ എൻഡ് ചെയ്യുന്ന ഒരു രീതി, നമുക്ക് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ കുറേ കൂടെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ സൗണ്ട് ഡിസൈൻ, ഓരോ കാര്യങ്ങളും കാണുന്നെങ്കിൽ OTTയിലല്ല തിയേറ്ററിൽ തന്നെ കണ്ടാലേ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. OTT കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കൊന്നും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഉറക്കഗുളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ചാൻസ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ പ്ലീസ് ഡു ഗീവ് ഇറ്റ് എ ട്രൈ.